നമസ്കാരം. പ്രസാദ് വൈദ്യർ, കാർത്തിക ആയുർവേദിക്സ്, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. വൃഷ്ണത്തിന്റെ വീക്കം. ചില ആളുകൾക്ക് വൃഷ്ണം നീർക്കെട്ട് വന്നിട്ട് തൂങ്ങി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ട്. വൃഷ്ണത്തിൽ വേദന, അതിന് നീര് വന്ന് നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ് വൈദ്യരെ ഇതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെന്താന്ന് വെച്ചാൽ എരിക്കിന്റെ ഇല, അത് വെളിച്ചെണ്ണ പരട്ടി ചൂടാക്കിയിട്ട് വൃഷ്ണം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കെട്ടുക. അപ്പോൾ അതിലത്തെ നീർക്കെട്ട് അത് ഒഴിഞ്ഞു പോവും എന്നുള്ളതാണ്. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഇതാണ്. ഏതൊരാൾക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്നതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും വളരെ റിസൾട്ട് ഉള്ളതും കൂടിയാണ്. പിന്നെ അടുത്തൊരു കാര്യം, ഇതുപോലെ തന്നെയാണ് നമ്മൾ എരിക്കിന്റെ വേരിന്റെ തോലെടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് അരിക്കാടി വെള്ളത്തിൽ അരച്ചിട്ട് വൃഷ്ണത്തിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ നീർക്കെട്ട് പോവും എന്നുള്ളതാണ്. വേദന, നീർക്കെട്ട്, തൂങ്ങിക്കെടുക്കുന്നതൊക്കെ മാറും എന്നുള്ളത് വളരെ എഫക്റ്റീവാണ്. പിന്നെ മറ്റൊരു കാര്യം, വെളുത്തുള്ളി, ചുക്ക്, തഴുതാഴ്മയുടെ വേര്, അടയ്ക്കാമണിയന്റെ വേര്, പിന്നെ കഴിഞ്ചി വേര്, എരിക്കിൻ വേര്, ഇത്രയും സാധനങ്ങൾ നമ്മൾ കഷായം വെച്ചിട്ട് നമ്മളൊരു 7 ദിവസം അടുപ്പിച്ച് കുടിക്കുക. അപ്പോൾ ഇത് വെക്കാനുള്ള മരുന്ന് നമ്മൾ ആയുർവേദ വൈദ്യശാലയിൽ കിട്ടും. വെളുത്തുള്ളി, ചുക്ക്, തഴുതാഴ്മയുടെ വേര്, അടയ്ക്കാമണിയന്റെ വേര്, കഴിഞ്ചി വേര്, ആവണക്കിന്റെ വേര്, ഇതാണ് വേണ്ടത്. ഇതിൽ നമ്മൾ ഇതായതിനു ശേഷം കായം മേമ്പൊടി ചേർത്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇത് നമ്മൾ ഒരു ദിവസത്തേക്ക് എല്ലാം കൂടി 50 ഗ്രാമാണ് വേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യശാലയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ വൃഷ്ണ വീക്കം മാറും എന്നുള്ളത് വളരെ റിസൾട്ട് ഉള്ളതാണ്. അതായത് അപ്പോൾ കഷായം കുടിക്കലും നമ്മൾ എരിക്കിന്റെ വേര് അരച്ചിട്ട് പരട്ടലോ അല്ലെങ്കിൽ എരിക്കിന്റെ ഇല ചൂടാക്കി വെളിച്ചെണ്ണ പരട്ടി ചൂടാക്കിയതിന് ശേഷം വൃഷ്ണത്തിൽ വെച്ച് പൊതിഞ്ഞ് വെക്കലും കൂടി ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി. അപ്പം തന്നെ നമുക്ക് എന്താണ് ഇത്രയും കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നതാണ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് വൃഷ്ണത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ ഈ വൃഷ്ണ വീക്കത്തിന് അങ്ങേറ്റം റിസൾട്ട് ഉള്ള നല്ലൊരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും പല പല കാര്യങ്ങൾ ചെയ്തു നോക്കി. ചിലവർക്ക് ഇത് പറയാൻ മടി, ചിലവർ ഇത് സഹിച്ച് നടക്കണവർ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വമേധയാൽ തന്നെ ചെലവില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ എരിക്കിന്റെ വേരോ ഇലയോ ചെയ്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ ഈ കഷായം കൂടി കുടിച്ചു കഴിഞ്ഞാൽ ആ മണിവീക്കം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾക്കൊക്കെ വളരെയധികം വലിപ്പത്തിലൂടെ നാളികേരത്തിന്റെ അത്രയൊക്കെ വലിപ്പത്തിലാണ് ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ചുങ്ങിപ്പോവും എന്നുള്ളത് വളരെ എഫക്റ്റീവാണ്. ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യം.